In the last class, we discussed about atom, how to represent symbols of atom, and how to measure the radius of atom. Today we are going to discuss about atomic mass and gram atomic mass. We know that the smallest portion of matter is atom. It is so small in size that it is not be possible to isolate a single atom and then weigh it. ഒരു സിംഗിൾ ആറ്റം എടുത്ത് അതിനെ വെയ് ചെയ്യാൻ പാടാണ്. Since the mass of the atom of an element is also extremely small, we can't measure the atomic mass of a single atom and then weigh it. So nowadays the method of spectroscopy is used for accurately determining the mass of an atom. Nowadays the scientists were using spectroscopy to determine the mass of the atom. But in 19th century, scientists used the concept of relative atomic mass for finding the mass of an atom. Earlier days, the scientists were used the concept of relative atomic mass for finding the mass of an atom. Olden days, മാസിനെ റിലേറ്റീവ് മാസ്സായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആൻഡ് എലമെൻ്റ് ഹൈഡ്രജൻ വാസ് കൺസിഡേർഡ് ആസ് ദ സ്റ്റാൻഡേർഡ് ആൻഡ് ഇറ്റ്സ് മാസ് വാസ് അസ്യൂംഡ് ടു ബി 1. So olden days, what they used is they compare the standard mass of an atom. That is, here they are taken hydrogen as the small standard mass. എന്തുകൊണ്ടാണ് ഹൈഡ്രജനെ സ്റ്റാൻഡേർഡ് മാസ്സായിട്ട് എടുത്തേക്കുന്നത്? In the beginning, we know that hydrogen happens to be the lightest element of all the element, and it was common in that days. So they have taken hydrogen as the standard mass of an atom. Okay, thus they calculated the relative atomic mass of an element with respect to hydrogen. അപ്പോൾ അന്നത്തെ കാലത്ത് എല്ലാവരും ഒരു ആറ്റത്തിൻ്റെ മാസിനെ ഹൈഡ്രജൻ്റെ മാസുമായിട്ട് കമ്പയർ ചെയ്താണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് റിലേറ്റീവ് മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് വൺ ആറ്റം ഓഫ് എലമെൻറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് വൺ ആറ്റം ഓഫ് ഹൈഡ്രജൻ. ആ കണക്കിലാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തത്. ദ റിലേറ്റീവ് മാസ് ഈസ് calculated in terms of hydrogen in the olden days. Later, the problem with hydrogen was that it exists in 3 forms with different names. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, 2 ക്ലാസ് മുന്നേ പഠിച്ചു, ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിൽ ചില ആറ്റംസിന് പല ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് മാസസിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. H1, H2, H3, protium, deuterium, tritium. These are the 3 forms of hydrogen. So it is very difficult to consider hydrogen as the comparing atom or standard atom ആയിട്ട് ഹൈഡ്രജനെ കണക്കാക്കാൻ പറ്റിയില്ല. ഏത് മാസ് വെച്ചാണ് കണക്കാക്കാൻ പറ്റുന്നത്? ഹൈഡ്രജൻ 3 ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്. സോ ദിസ് hydrogen or this standard unit that taken in that year or that era, hydrogen was replaced by oxygen. അപ്പോൾ അന്നത്തെ കാലത്ത് ഹൈഡ്രജന് പകരം പിന്നെ എന്ത് വന്നു? ഓക്സിജനെ സ്റ്റാൻഡേർഡ് മാസ്സായിട്ട് എടുത്തു.
എന്തുകൊണ്ടാണ് ഓക്സിജന് സ്റ്റാൻഡേർഡ് മാസ്സായിട്ട് അന്ന് എടുത്തത്? ഓക്സിജൻ ഈസ് കൺസിഡേർഡ് ആസ് ദ അബണ്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദ എർത്ത്. അപ്പോൾ എർത്തിൽ അബണ്ടൻ്റ് ആയതുകൊണ്ട് ഓക്സിജനെ അവർ സ്റ്റാൻഡേർഡ് മാസ്സായിട്ട് കണക്കാക്കി. Then also they created some problems with the oxygen. In 1961, IUPAC body. What is IUPAC body? International Union of Pure and Applied Chemistry. That body selected most abundant isotope of carbon with a mass 12U and 1/12 of the mass of the atom. So ആരും പേടിക്കേണ്ട, ഇത് നിങ്ങൾ ഒരു ഹിസ്റ്ററി പറഞ്ഞതേ ഉള്ളൂ, ഇത് കാണാതെ പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് മനസ്സിലാക്കുക. അവസാനം ഞാനൊരു ഇക്വേഷൻസ് അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കാണുന്ന ഫോർമുല തരും. ഓക്കെ, സോ ജസ്റ്റ് ഹിയർ വാട്ട് ഇറ്റ് ഈസ്. അപ്പം IUPAC ഏജൻസി കൺസിഡർ ചെയ്തത് കാർബണെയാണ് സ്റ്റാൻഡേർഡ് മാസ്. കാർബണ് അബണ്ടൻ്റ് ആണ്, നമ്മുടെ ലോകത്ത് അബണ്ടൻ്റായി കാണപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന അബണ്ടൻ്റ് മെറ്റീരിയലാണ് കാർബൺ. അപ്പോൾ അവർ കൺസിഡർ ചെയ്തു കാർബണെ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്തത് കൊണ്ട് മറ്റുള്ള എലമെൻസിന് മാസ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ കണ്ടുപിടിക്കുന്ന മാസിനെയാണ് നമ്മൾ റിലേറ്റീവ് മാസ് എന്ന് പറയുന്നത്. So the mass of an atom is compared with the mass of a standard atom. എന്തുകൊണ്ടാണ്? ഒരു സ്റ്റാൻഡേർഡ് ആറ്റത്തിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഓരോ ആറ്റത്തിൻ്റെയും മാസ് കാണുന്നു. സോ കൺസിഡറിങ് സ്റ്റാൻഡേർഡ് mass as one of the atom and compared with the other atom. The atom which is considered as standard atom for comparing the mass of other atom is carbon 12 atom. കാർബൺ 12 എന്നുള്ളൊരു ഐസോട്ടോപ്പിൻ്റെ മാസ്സാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റായിട്ട് കണക്കാക്കിയിരുന്നത്. സോ 1 atomic mass unit is expressed as the 1/12th mass of carbon atom. ഒരു മാസ് അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് മാസ് എന്ന് പറയുന്നത് 1/12th ഓഫ് കാർബൺ 12 ആറ്റത്തിൻ്റെ 1/12th ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ അതെല്ലാം മറന്നേക്കൂ. ഇവിടെ നമുക്ക് ഓർമ്മിക്കാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. അറ്റോമിക് മാസ് ഈസ് കൺസിഡേർഡ് ആസ് ദ 1/12th മാസ് ഓഫ് കാർബൺ 12 ആറ്റം. അറ്റോമിക് മാസിനെ അതായത് 1/12th മാസ് കാർബൺ 12 ആറ്റത്തിൻ്റെ 1/12th മാസാണ് ഓരോ ആറ്റവും. അങ്ങനെയാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, നൗ ഇറ്റ് ഈസ് ക്ലിയർ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ എലമെൻറ്റ് എക്സിസ്റ്റ് ഇൻ നമ്പർ ഓഫ് ഫോംസ്. കുറേ ആറ്റംസ് പല ഫോംസിൽ കാണുന്നെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള എലമെൻസിൻ്റെ ആവറേജ് എടുക്കും. ഹൈഡ്രജൻ ഞാൻ പറഞ്ഞു, ഹൈഡ്രജൻ 1 ആയിട്ട് അറ്റോമിക് മാസ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാൽക്കുലേഷൻ വരുമ്പോൾ ഹൈഡ്രജൻ്റെ മാസ് ഏത് കൺസിഡർ ചെയ്യും? 1 ആണോ, 2 ആണോ, 3 ആണോ? അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ നമ്മൾ ആവറേജ് അറ്റോമിക് മാസസ് ആണ് എടുക്കുന്നത്, മൂന്നിൻ്റെയും കൂടെ ആവറേജ്. നൗ ഹൈഡ്രജൻ മാസ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് 1.008. അതാണ് ആക്ച്വൽ മാസ് ഓഫ് എ ഹൈഡ്രജൻ. ഏതുമായിട്ട് കമ്പയർ ചെയ്തപ്പോഴാണ്? കാർബൺ 12 ആറ്റവുമായിട്ട് കമ്പയർ ചെയ്താണ് നമ്മൾ റിലേറ്റീവ് മാസ് കാണുന്നത്. അപ്പോൾ റിലേറ്റീവ് മാസ്സാണ് ഒരു ആറ്റോമിക് മാസിൻ്റെ മാസ്സായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഈസ് നോട്ട് ഇറ്റ്സ് ആക്ച്വൽ മാസ്, ഇറ്റ് ഈസ് ഓൺലി എ റിലേറ്റീവ് മാസ്. ഒരു ആക്ച്വൽ മാസ് അല്ല, ഒരു അറ്റോമിക് മാസ് എന്ന് പറയുന്ന ഒരു ആറ്റത്തിൻ്റെ ആക്ച്വൽ മാസ് അല്ല, നമ്മൾ റിലേറ്റ് ചെയ്ത ഒരു മാസ്സാണ്. അതായത് ഒരു കാർബൺ 12 ആറ്റമായിട്ട് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മാസ്സായിട്ട് കമ്പയർ ചെയ്ത് ലഭിക്കുന്ന മാസ്സാണ് atomic mass. That's why I told you atomic mass of an element is not its actual mass, but it is relative mass.